എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയർ മുളപ്പിച്ച് എങ്ങനെ തോരൻ വെക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചെറുപയർ എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പയറിൻ്റെ അളവിനനുസരിച്ചുള്ള പാത്രം കൂടി എടുക്കണം. ഇത് നന്നായിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കോട്ടൺ തുണിക്കകത്തോട്ട് ഇങ്ങനെയുള്ള പാത്രത്തിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. തുണി ഇതോ ഇങ്ങനെയുള്ള പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും ഇങ്ങനെയുള്ള പാത്രമോ അടപ്പുള്ള ഏതെങ്കിലും എടുത്തിട്ട് ആ തുണിക്കകത്ത് പൊതിഞ്ഞ് നന്നായിട്ട് നനവോടെ നല്ല ടൈറ്റാക്കി അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ മുള വരും. മുള പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു 2 ദിവസം ഒരു 2 ഇല പാകം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ തോരൻ വെക്കാം. തോരൻ വെക്കാൻ ആവശ്യമായ അരപ്പ് ഈ വീഡിയോയിൽ ഞാനത് എടുത്തത് നിങ്ങളെ കാണിക്കുന്നില്ല, കാണിച്ചിട്ടില്ല. തേങ്ങ, 3-4 ചെറിയ ഉള്ളി, 2 കഷ്ണം 2 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഇതെല്ലാം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ച് കടുക് പൊട്ടുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഈ അരപ്പ് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളപ്പിച്ച പയർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തോരനാക്കി ചെറിയ മീഡിയം തീയിൽ അടച്ചു വെച്ച് നന്നായിട്ട് ആവിയിൽ നമുക്ക് അത് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. നമ്മൾ പയർ ഇപ്പോൾ മുളപ്പിക്കാൻ വെച്ചേക്കാണ്. ഇത് മുള വന്നിട്ടുണ്ട്. നമ്മളിത് തോരൻ വെക്കുന്ന കറി വെക്കുന്ന ഫൈനൽ സ്റ്റേജ്. കറി വെക്കുന്ന പരുവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ പാടത്ത് നെല്ല് കിളിർത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് നമ്മുടെ പയർ കേട്ടോ. ഇങ്ങനെ 2 ഇല പരുവാകുമ്പോൾ നമുക്ക് അത് തോരൻ വയ്ക്കാം. ഇതിനി എടുത്ത് ഇതിൻ്റെ ചുവട് ഭാഗം എൻ്റെ കുറച്ച് തിക്കായിപ്പോയി, അതുകൊണ്ട് അതിൻ്റെ ചുവട് ഭാഗം എടുക്കാൻ പറ്റില്ല, ഇല മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മൊത്തത്തിൽ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് അരിഞ്ഞ് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് വഴറ്റി തേങ്ങയും ഒതുക്കി, വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒതുക്കി കടുക് പൊട്ടിച്ച് അതിനകത്തിട്ട് തോരനാക്കിയെടുക്കാം. ഇനി ഞാനിത് ശരിക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. മുളപ്പിച്ച് തോരൻ ഇങ്ങനെ കിട്ടും, കണ്ടോ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഏറെ നല്ലതാണ്. ഓക്കെ, ബൈ.